കായംകുളം നഗരസഭ 2024-25 വാർഷിക പദ്ധതി പ്രകാരം കായംകുളം പുതിയിടം കുളത്തിനു ചുറ്റും നിർമ്മിച്ച ഇരിപ്പിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. ധാരാളം ആളുകൾ രാവിലെയും സായാഹ്ന സമയങ്ങളിലും സവാരി നടത്തുന്ന സ്ഥലത്ത് 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചത്. കായംകുളം നഗരസഭയുടെ 2024-2025 വാർഷിക പദ്ധതി പ്രകാരമാണ് കായംകുളം പുതിയിടം കുളത്തിനു ചുറ്റും ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചത്. പുതിയിടം കുളത്തിനു ചുറ്റും നടക്കാനിറങ്ങുന്നവർ ഏറെയാണ്. പ്രഭാത സഫാരിക്കും സായാഹ്ന സഫാരിക്കും രാത്രി സഫാരിക്കുമൊക്കെ നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരം നടക്കാൻ വരുന്നവരാണ്. നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി പ്രയോജനമുണ്ട്. പിന്നെ ക്ഷീണിച്ച് വരുന്നപ്പം ഇരിക്കാൻ ഇവിടെ ഇത് ഒരുക്കി തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് വലിയൊരു ഉപകാരമാണ്. പ്രായമായവരും ചെറുപ്പക്കാരും കൊച്ചുകുട്ടികളും എല്ലാവരും വരും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. നല്ല കാര്യമാണത്. ഒത്തിരി പേരുണ്ട്, നടക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. രാവിലെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഉച്ച കഴിഞ്ഞിട്ടും വരുന്നുണ്ട്. എപ്പോഴും ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ നടന്നപ്പോൾ അവർക്കെല്ലാം വലിയൊരു ഉപകാരമായി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്ഥിരം നടക്കാൻ വരുന്നവരാണ്. ഞങ്ങൾക്ക് നടക്കാൻ വരുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്, ശരീരത്തിനും മനസ്സിനുമെല്ലാം. അതുകൊണ്ടാണ് ഞങ്ങൾ നടക്കാൻ വരുന്നത്. പിന്നെ ഞങ്ങൾ ഈ പ്രായമായവർക്ക് വരുമ്പം ക്ഷീണം തീർക്കാനായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതിനകത്ത് വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. ക്ഷീണം വരുമ്പോൾ ഒന്നിരിക്കാം. ഇവരുടെയൊക്കെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് നടക്കുന്നതിനിടയിൽ അല്പം വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ ഒരുക്കണം എന്നത്. ഒപ്പം പ്രദേശം ബോഡി പിടിപ്പിക്കണമെന്നും ഏറെക്കാലമായി ആവശ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നഗരസഭ ഇടപെട്ട് ഇവിടെ ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചത്. ധാരാളം ആളുകൾ രാവിലെയും സായാഹ്ന സമയങ്ങളിലും സവാരി നടത്തുന്ന സ്ഥലത്ത് 3 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇരിപ്പിടങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഞാൻ വർഷങ്ങളായി ഇവിടെ സന്ധ്യയ്ക്ക് ശേഷം നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവുമായിട്ട് നിരന്തരമായി എല്ലാ ദിവസങ്ങളും ഇവിടെ നടക്കുമായിരുന്നു. അപ്പോൾ പലപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കൾ ആ നടത്തത്തിലേക്ക് ഞങ്ങൾക്ക് ഒന്നിരിക്കാൻ ഒരു ഇരിപ്പിടമില്ല. അത് മാത്രമല്ല, പ്രായമുള്ള ഒരുപാട് പേർ സുപ്രഭാതത്തിൽ ഈ മേഖലയിൽ നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ മടി പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തനമായതുകൊണ്ടാണ് രാവിലെ വന്ന് നടക്കാൻ പറ്റാത്തത്. സത്യത്തിൽ രാവിലെ 4 മണിക്ക് ശേഷം ഒരുപാട് പേർ ഇവിടെ നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സുപ്രഭാതത്തിൽ ഗാനമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കായംകുളത്തെ ഒരു പ്രത്യേകത, ഈ പ്രദേശത്ത് കായംകുളത്ത് നാട്ടുകാർക്ക് ഇങ്ങനെ സ്വന്തമായി നടക്കുവാൻ ഒരു സ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നത്. അതിന് കായംകുളം നഗരസഭ വളരെ ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് കായംകുളത്ത് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുകയും. ഇരിപ്പിടം പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. ആളുകളൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ ചുറ്റും നമ്മുടെ പട്ടണത്തിലുള്ള ഒട്ടനവധി ആളുകൾ ഇതിന്റെ ചുറ്റും വന്ന് നടക്കുകയും നമ്മുടെ സ്പോർട്സിലുള്ള കുട്ടികളടക്കം ഇവിടെ വന്ന് ഓടുകയും രാവിലെ വൈകിട്ടൊക്കെ ഓടുകയും അവരുടെ കായിക ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട സുൽഫിക്കറാണ് ഇങ്ങനൊരു ആശയം പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം അത് വളരെ പ്രാധാന്യമുള്ളതായിട്ട് തന്നെ തോന്നി. റെസിഡൻസുകാരും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണമെന്ന്. ഇതിന്റെ നടപ്പുകാരും ഇതിന്റെ നടത്തിപ്പിന്റെ വസുന്ധരാജൻ സാർ അടക്കം ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതലയുള്ളവരാണ്, നടക്കുന്നതിന്റെ അസോസിയേഷനെ. അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചത്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു നല്ല ഇരിപ്പിടമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള ഇരിപ്പിടം. 4 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ ഇവിടെ ഓപ്പൺ ജിംനേഷ്യത്തിന്. വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും എനിക്ക് നോക്കിയപ്പോൾ സ്ഥലം ഇത് നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്നു ഈ ഓപ്പൺ ജിംനേഷ്യത്തിന്. പിന്നെ സുൽഫിക്ക പറഞ്ഞ വിട്ട് തന്നെ ഈ സ്കൂളാണ്, കാരണം പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അപ്പൊ അതൊരു ആശങ്കയാണ്. അത് തന്നെയല്ല ക്രിസ്ത്യൻ മതവിശ്വാസം, പിന്നെ ക്രിസ്ത്യൻ സ്കൂളുമാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് കളക്ടർക്ക് അവരും പരാതി കൊടുത്തത്. ഇത് നമുക്ക് ഇത്ര മനോഹരമായിട്ട് പല പ്രാവശ്യം ഉള്ളൊരു ഇരിപ്പിടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പല പ്രാവശ്യവും ഉദ്ഘാടനം തീരുമാനിക്കപ്പെട്ടു. പക്ഷെ പല കാരണങ്ങളാൽ നമുക്ക് ഉദ്ഘാടനം അങ്ങ് നീണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പൊ ഇന്നുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ്, മായാദേവി, ശ്യാമില അനുമോൻ, കൌൺസിലർമാരായ അഖിൽ കുമാർ, ഷെമിമോൾ, സൂര്യ ബിജു, രഞ്ജിതം, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, വാക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായ വസന്തരാജ്, നൌഷാദ്, സുരേഷ് ആർ, മധു, അഷ്കർ നമ്പലശ്ശേരിൽ, സൈനു, നവാസ്, പുതിയിടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജയറാം, സായാഹ്ന സമയങ്ങളിൽ സവാരിക്കെത്തുന്ന പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സനിൽ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.